പ്രൊപ്പോസിഷനിലെ മറ്റു വളരെ പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒരു വാക്കാണ് എബോട്ട് എന്നുള്ളത്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എബോട്ട്. എബോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ച് എന്ന് പറയും, പറ്റി എന്ന് പറയും, കുറിച്ച് എന്ന് പറയും. ഇത് ആണ് മലയാളത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് സെന്റൻസ് ഉണ്ട്. ഹി ഡസൻറ്റ് നോ എബോട്ട് ദാറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ഡസൻറ്റ് നോ, അവന് അറിയില്ല, എബോട്ട് ദാറ്റ് സബ്ജക്റ്റ്, എബോട്ട് ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് അവൻ അറിയത്തില്ല, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ പറ്റി അവൻ അറിയത്തില്ല, ആ സബ്ജക്റ്റിനെ കുറിച്ച് അവൻ അറിയത്തില്ല എന്ന് നമുക്ക് അർത്ഥമാക്കാം. ഹി ടോൾഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു, എബോട്ട് ദാറ്റ് സ്റ്റോറി, ആ സ്റ്റോറിയെ പറ്റി അല്ലെങ്കിൽ ആ സ്റ്റോറിയെ സംബന്ധിച്ച്, ആ സ്റ്റോറിയെ കുറിച്ച് എന്നോട് പറഞ്ഞു. പ്ലീസ് ടെൽ മീ എബോട്ട് യുവർ സെൽഫ്, ദയവായി നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളെപ്പറ്റി, നിങ്ങളെക്കുറിച്ച് എന്നോട് പറയുക. ഇതാണ് നമ്മൾ എബോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എബോട്ട് ഉപയോഗിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ, എബോട്ട് ഉപയോഗിക്കേണ്ട വിധങ്ങൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എബോട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഏത് സാഹചര്യം വന്നാലും സംബന്ധിച്ച് എന്നുള്ള, നിങ്ങളെ സംബന്ധിച്ച്, ആ വസ്തുവിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച്, ആ സാഹചര്യത്തെ സംബന്ധിച്ച് പറ എന്നൊക്കെ പറയുമ്പോൾ എബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ, എബൌട്ട് ദാറ്റ് വ്യക്തി, എബൌട്ട് ദാറ്റ് പേഴ്സൺ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എബോട്ട് ഉപയോഗിക്കുന്ന വിധം, എബോട്ടിൻ്റെ അർത്ഥവും എബോട്ട് ഉപയോഗിക്കുന്ന വിധവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വാക്കുമായിട്ട് കാണാം. ബൈ.